Good morning. Good morning. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ? തുടങ്ങി വെച്ചില്ലായിരുന്നോ? യെസ്. എവിടെ വരെയാ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഇൻട്രൊഡക്ഷന്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു അല്ലെ? ആ ഫസ്റ്റ് പോയിന്റ് ആണോ പറഞ്ഞേ? ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ ഡിസിസീവ് ഇൻഡെക്സ്. ആ ഒരു പോയിന്റ് അല്ലേ പറഞ്ഞു നിർത്തിയത്? സെക്കൻഡ് പോയിന്റ് തുടങ്ങി പറയണം അല്ലെ? ഓക്കെ, അവിടെ വരെയും ക്ലിയർ ആണോ? ഇത്രയും വരെയും ക്ലിയർ ആണോ? ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണ് എന്നതിന്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എങ്ങനെ നമുക്ക് ഇതൊരു ശരിക്കും ഒരു താരതമ്യം ചെയ്യണം. അപ്പൊ പല പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എങ്ങനെയാണ് എന്ന് നമ്മൾ കമ്പയർ ചെയ്ത് അതിനനുസരിച്ച് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി അറിയുക എന്ന് പറയുന്നത് ശരിക്കും ഒരു മെഷറാണ്, ഒരു അളവാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? നമ്മുടെ ആ ഒരു സ്ഥാപനത്തിലെ സർവീസുകളുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷർ അല്ലെങ്കിൽ ഒരു അളവിനെയാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പേഷ്യൻസിന്റെ ഓരോരുത്തരുടെയും വരുന്ന ഓരോ പേഷ്യൻസും എത്രത്തോളം സംതൃപ്തരാണ് എന്നാണ് നമ്മൾ ഇവിടെ അളവ് നോക്കുന്നത് അല്ലെ? അപ്പൊ ആ പേഷ്യൻസിന് നല്ല രീതിയിൽ സംതൃപ്തി കൊടുക്കണമെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കണം അല്ലെ? നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുമ്പോഴാണ് പേഷ്യൻസ് നല്ല രീതിയിൽ സംതൃപ്തരാകുന്നത്. ആണോ? അല്ലെ? അപ്പൊ അവിടെ എപ്പോഴും ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റല് നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കണം. അതിന് ആ ഹോസ്പിറ്റല് മാത്രമല്ല അവിടുത്തെ ജീവനക്കാരും എല്ലാവരും നല്ല രീതിയിൽ. അപ്പൊ ഒരു ക്ലയന്റിന് ഒരു പേഷ്യന്റ് വരുമ്പോ അവർക്ക് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നല്ല രീതിയിൽ കൊടുത്താൽ മതിയാവില്ല ഇല്ലേ? എല്ലാ മേഖലകളും നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുന്ന സമയം മുതൽ നമ്മൾ തിരിച്ചു പോകുന്ന സമയം വരെ ആരൊക്കെ നമ്മളുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ പേഷ്യന്റ് ഇന്ററാക്ഷൻസ് നടത്തുന്നുണ്ടോ അവിടെ നിന്നെല്ലാം ആ പേഷ്യന്റിന് നല്ല രീതിയിലുള്ള ഒരു കെയറും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബിഹേവിയറും ഒക്കെയാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ മാത്രമേ അവർ സംതൃപ്തരാകുള്ളൂ അല്ലെ? ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നല്ല രീതി എല്ലാ വശങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള സർവീസ് കിട്ടുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് അല്ലെ? അല്ലാതെ നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കിട്ടി, പക്ഷെ നമ്മളൊരു എന്താണ് ഫാർമസി ചെന്നപ്പോ അവര് മോശമായിട്ട് പെരുമാറും. അപ്പൊ നമ്മൾ ആ ഒരു മൊത്തത്തിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവല് നല്ല രീതിയിലായിരിക്കോ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കോ അപ്പൊ നമുക്ക് കിട്ടുക? ആണ് അല്ല. അപ്പൊ മൊത്തത്തില് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന മൊത്തത്തിലുള്ള ആ ഒരു എക്സ്പീരിയൻസിനനുസരിച്ചാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും അത് തന്നെയാണ് ആ ഒരു പാരഗ്രാഫിൽ മൊത്തം ഉള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് വെച്ചൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനുവേണ്ടി സർവേകൾ ചെയ്യാന്ന് പറയും. നമുക്കറിയാമല്ലോ നമ്മുടെ വീടുകളിലൊക്കെ സർവേ ചെയ്യാനായിട്ട് ആളുകൾ വരാറുണ്ട് അല്ലെ? ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവും, ഒരു ചോദ്യാവലി ഉണ്ടാവും, അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നു. അതിനനുസരിച്ച് പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനെയർസിനനുസരിച്ച് ആ ഹോസ്പിറ്റലിലെ സർവീസുകളുടെ ഓരോ മേഖലയിലെയും സർവീസുകളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഉൾപ്പെടുത്തുക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കിട്ടുന്നതിനെ വെച്ച് നമ്മൾ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടോട്ടൽ ഇത്ര ശതമാനം പോപ്പുലേഷന് ഈ ഒരു ഹോസ്പിറ്റലിന്റെ സർവീസുകളിൽ എത്രത്തോളം അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് എത്രത്തോളം അവർ സാറ്റിസ്ഫൈഡ് ആണ്, ഇനി ഏതൊക്കെ മേഖലയിൽ അവർ സംതൃപ്തരല്ല എന്ന് കണ്ടെത്താൻ പറ്റില്ലേ? പറ്റോ? ഏതൊക്കെ മേഖലയിൽ ഇപ്പൊ നമ്മളോട് ചോദിക്കുമ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത ഇതിടമാണെങ്കിൽ നമ്മളത് പറയും അല്ലെ? ഇപ്പൊ ഒരു ഫാർമസിയിൽ നിന്നാണ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സർവീസ് ഫാർമസിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് വെച്ചാണ് എന്ത് ചെയ്യും? ആൻസർ കൊടുക്കില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും?
കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നുള്ള രീതിയിലല്ലേ പറയാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മോശം അനുഭവമാണ് ഉണ്ടായത് എന്നല്ലേ നമ്മുടെ ആൻസർ കൊടുക്കുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഈ വരുന്ന പേഷ്യൻസിനെല്ലാം അവര് സംതൃപ്തരാവാത്ത ഏരിയാസ് ഏതൊക്കെയാണ് അത് കണ്ടെത്തി അവിടെ ഇംപ്രൂവ്മെന്റ് നടത്താനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തില് ആ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ക്വാളിറ്റിയും നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് കെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ചെയ്യുക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഒരു നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവിടെ അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള കെയറുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ അവർ പരാതിപ്പെടുന്ന അല്ലെങ്കിൽ കംപ്ലൈന്റുകളുടെ എണ്ണം കുറവായിരിക്കും അല്ലെ. നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ അവിടെ പോരുന്നതെങ്കിൽ പിന്നെ നമ്മൾ അവിടെ കംപ്ലൈന്റ് കൊടുക്കാൻ നമുക്കൊന്നുമില്ല അല്ലെ. അതേസമയം നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് മോശമാവുമ്പോ ഇപ്പൊ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറവാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ കംപ്ലൈന്റ് കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ആ ഒരു പാരഗ്രാഫുകളിൽ ജസ്റ്റ് ഇത് തന്നെയാണ് പറയുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കി ബ്രീഫ് ആക്കി പറഞ്ഞാണ് കേട്ടോ. ഇത്രയും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, അതിൽ ഒന്നാമത്തെ നമ്മൾ പോയിന്റ് പറഞ്ഞ് നിർത്തിയത് ഒന്നാമത്തെ പോയിന്റിലായിരുന്നു. അപ്പൊ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. ഒരു ക്ലയന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഏതൊരു ക്ലയന്റിന്റെയും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ക്വാളിറ്റി ഓഫ് സർവീസിനനുസരിച്ചാണ് അല്ലെ. അപ്പൊ ആ ഒരു മെഡിക്കൽ സ്റ്റാഫുകൾ എങ്ങനെയാണ് അവർക്ക് ആ ഒരു സർവീസ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള സർവീസുകൾ അവരിലൂടെയാണ്, മെഡിക്കൽ സ്റ്റാഫുകളിലൂടെയാണ് നമ്മൾ ആ ഒരു സർവീസ് കൊടുക്കുക അല്ലെ. അപ്പൊ എപ്പോഴും മെഡിക്കൽ സ്റ്റാഫുകൾ എങ്ങനെയാണ് ആ ഒരു സർവീസ് ഏത് രീതിയിലാണ് അവർക്ക് കൊടുക്കുന്നത്, അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള സർവീസുകളാണോ കിട്ടിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നതിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകം, അതായത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു ഇൻപേഷ്യന്റ് എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന നിർണായക ഘടകങ്ങളാണ് അവിടുത്തെ ഫിസിഷ്യൻസ്, നഴ്സസ്, അവരുടെ പെരുമാറ്റം. ഫിസിഷ്യൻസ് എങ്ങനെ അവർക്ക് പെരുമാറുന്നു, എങ്ങനെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു, നഴ്സ് എങ്ങനെ അവരോട് പെരുമാറുന്നു, എങ്ങനെയാണ് അവർ അതിനുള്ള കെയറുകൾ കൊടുക്കുന്നത്, അവരുടെ എക്യുപ്മെന്റുകൾ നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ, അതുപോലെ നല്ല ഹൗസ് കീപ്പിംഗ് സർവീസുകളാണോ ഉള്ളത് അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണെങ്കിൽ അല്ലേ നമ്മുടെ എക്സ്പീരിയൻസ് മികച്ചതാണുള്ളൂ അല്ലേ. ആണോ? നിങ്ങൾ ചെന്ന ഒരു റൂമിലേക്ക് നമ്മൾ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വാർഡിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത്, സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മികച്ചതാവുമ്പോഴാണ് നമ്മുടെ എക്സ്പീരിയൻസ് നന്നാവുന്നത് അല്ലെ. ഇപ്പൊ ഒരു ബില്ല് കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണ്. പക്ഷെ ബില്ല് വന്നപ്പോൾ ഒരുപാട് തുക നമുക്ക് അധികം എക്സ്ട്രാ ചാർജുകളായിട്ട് വന്നു. അപ്പൊ നമ്മൾ സംതൃപ്തരായിരിക്കോ? ഇല്ല അല്ലെ. അതുപോലെ നല്ല ഫുഡ് സർവീസ് ഇല്ല എങ്കിൽ ഇല്ലേ, നല്ല ഫുഡ് സർവീസ് ഇല്ല എങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പൊ ഇതെല്ലാം ഫിസിഷ്യൻസിന്റെ, നഴ്സിന്റെയും, എക്യുപ്മെന്റുകളുടെ, ഹൗസ് കീപ്പിംഗിന്റെ, ബില്ലിങ്ങിന്റെ, അതുപോലെ ഫുഡ് സർവീസുകള്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും അടിസ്ഥാനമാക്കി പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ മൊത്തത്തിലുള്ള സാറ്റിസ്ഫാക്ഷനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു കുറവ് കണ്ടാൽ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ മികച്ചതാവില്ല. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി സെക്കൻഡ് വൺ പറയുന്നത് the patient satisfaction is of predominant importance in ensuring better quality on the way to total quality management. അതായത് ഇവിടെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഗുണനിലവാരം അവിടെ ഉറപ്പുവരുത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു നല്ല, അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് നമുക്ക് ഉറപ്പുവരുത്തണം. അവിടെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, since the patient is the one who decides the quality, പേഷ്യന്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ കസ്റ്റമേഴ്സ് ആണ്
Who decides the quality? നമ്മളല്ലേ ആ ഒരു സ്ഥാപനത്തിലെ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക അല്ലെ, അവിടെ നല്ല ക്വാളിറ്റിയിലുള്ള സർവീസ് ആണ് കൊടുക്കുന്നത് എന്ന് അവര് പറയുമ്പോഴല്ലേ ലോകത്ത് തെളിയിക്കാൻ പറ്റുക. നമ്മളല്ലേ അത് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് അല്ലെ? ചില ഓരോ പേഷ്യൻസുമാണ് അത് നിർണ്ണയിക്കുന്നത് ആണോ? നമ്മൾ ആ ഒരു പേഷ്യൻ അല്ലാതെ അവര് പറയുന്നുണ്ട് ഞങ്ങൾ നല്ല സർവീസാണ് കൊടുക്കുന്നതിന് അവര് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പേഷ്യൻസ് ആണ് അത് നിർണ്ണയിക്കുന്നത് അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള സർവീസ് ആണ് അവർ കൊടുക്കുന്നത് എന്ന് നിർണ്ണയിക്കുന്നത് പേഷ്യൻസ് ആണ്. ആണോ? ആണോ? അവരല്ലല്ലോ ആ സ്ഥാപനത്തിലുള്ള ആളുകളല്ലല്ലോ. അവര് പറഞ്ഞാൽ പറയുമ്പോ അവര് പറയും അല്ലെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ നല്ല സർവീസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത് നമുക്ക് പറയാം. പക്ഷേ അത് നിർണ്ണയിക്കുന്നത് അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അവിടെ ചെന്ന് ട്രീറ്റ്മെന്റോ കെയറോ എടുക്കുന്ന പേഷ്യൻസ് ആണ് അത് നിർണ്ണയിക്കുന്നത് അല്ലെ? ആൻഡ് ഹു റിസീവ് ദ ഗുഡ്സ് ആൻഡ് സർവീസ്, അവർക്കാണ് വരുന്ന പേഷ്യൻസിനാണ് എന്ത് കിട്ടുന്നത്? അവിടെ നിന്ന് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ്, ഒരു ഹോസ്പിറ്റലാവുന്ന സർവീസ് ലഭ്യമാകുന്നത് അല്ലെങ്കിൽ സർവീസ് സ്വീകരിക്കുന്ന ആളുകള് പേഷ്യൻസ് ആണ് അല്ലെ? അവര് സർവീസ് കൊടുക്കുമ്പോ ആ സർവീസ് സ്വീകരിക്കുന്ന ആളുകൾ ആരാ? പേഷ്യൻസ് ആണ്. ആ പേഷ്യൻസ് ആണ് അവരുടെ നല്ല ക്വാളിറ്റിയുള്ള സർവീസ് ആണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നത്. ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു സർവീസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള ആളുകളെ നമ്മൾ അതിന് പ്രോത്സാഹിപ്പിക്കും ഇല്ലേ? ആ ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പൊയ്ക്കോ, നല്ല സർവീസ് ആണ് അവർ തരുന്നത് അല്ലെങ്കിൽ നല്ല കെയർ ആണ് എനിക്ക് കിട്ടിയത്, അതുപോലെ തന്നെ നിങ്ങളുടെയും ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ നോക്കിക്കോളും. നിങ്ങൾ പോകാൻ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറില്ലേ? നല്ല ഹോസ്പിറ്റലുകളാണെങ്കിൽ നല്ല ഡോക്ടേഴ്സ് ആണ് തോന്നിയാല് ചെയ്യാറുണ്ടോ? മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാറില്ലേ? മാർക്കറ്റ് സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ഥാപനത്തിലെ എങ്ങനെ മാർക്കറ്റ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എങ്ങനെ തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ ഈ ഒരു സർവീസുകൾ കുറച്ചുകൂടി മികച്ചതായിട്ട് ആളുകളിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ തീരുമാനിക്കാൻ പറ്റും. ആൻഡ് ഹു പ്രൊവൈഡ് കറക്റ്റ് ഫീഡ്ബാക്ക് അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ അതിലൂടെ ആ ഹോസ്പിറ്റലിന്റെ കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്, അവർക്ക് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്കും ഈ പേഷ്യൻസ് കൊടുക്കുന്നതിലൂടെ സക്സസ് ദ പ്രോഗ്രാം ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ആ സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റി മാനേജ്മെന്റിനെ വിജയകരമാക്കി തീർക്കുന്നതിന്റെ പിന്നിൽ ആരാണ്? ശരിക്കും ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ കസ്റ്റമർ ആണ്. ആ പേഷ്യൻസിനാണ് അവിടെ നിന്ന് സർവീസുകൾ ലഭിക്കുന്നത്. അവരാണ് അപ്പോ ആ സർവീസുകൾ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യും? നല്ല സർവീസുകളാണെങ്കിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും അല്ലെ? ആ സർവീസുകൾ ലഭ്യമാക്കാൻ മറ്റുള്ളവരെ അവർ പ്രോത്സാഹിപ്പിച്ച് അവിടേക്ക് വിടും. അതുപോലെ തന്നെ ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഒരു സർവീസ് കുറച്ചുകൂടി നല്ല രീതിയിൽ വിപുലീകരിക്കാൻ പറ്റും എന്ന കാര്യങ്ങളും നമുക്ക് ഈ ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിൽ ശരിയായ രീതിയിൽ സർവീസുകൾ നടത്തുന്നുണ്ടോ, അവിടുത്തെ അവരുടെ പെർഫോമൻസും എത്രത്തോളം നല്ലതാണ് എന്നതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്കും ഈ പേഷ്യൻസ് നൽകുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രോഗ്രാം വളരെ വിജയകരമാക്കി അല്ലെങ്കിൽ സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? Okay. മൂന്നാമത്തത്, the patient satisfaction are a sign of how the patient has recognized the other qualitative aspects of care and can be used as a substitute measure for these aspects. അതായത് ഇവിടെ പറയുന്നത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്തിന്റെ അളവാണെന്നാ പറയുന്നത്? Of how the patient has recognized the other qualitative aspects. ഇപ്പൊ ക്ലിനിക്കൽ പരമായിട്ടുള്ള മാത്രമല്ല നമ്മളിവിടെ പരിഗണിക്കുന്നത് അല്ലെ? ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ. അല്ല, മറ്റുള്ള എല്ലാ ഏരിയയിലും അല്ലെങ്കിൽ മറ്റുള്ള ആ സ്ഥാപനത്തിലെ മറ്റു വശങ്ങളും ഉൾപ്പെടുത്തി എല്ലാ വശങ്ങളിലെയും ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, ഗുണനിലവാരമുള്ള പരിചരണമാണോ ഓരോ മേഖലയിലും കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് ആ ഒരു പേഷ്യന്റ് അംഗീകരിക്കുന്നതിന്റെ ഒരു അടയാളമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഒരു പേഷ്യന്റിനെ സാറ്റിസ്ഫാക്ഷൻ എടുക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യനെയറിൽ ഈ എല്ലാ മേഖലയും ഉൾപ്പെടുത്തിയുള്ള ചോദ്യങ്ങളായിരിക്കും കൊടുക്കുക.
അപ്പൊ അതിനനുസരിച്ച് ഓരോ ഇടത്തെയും ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, ആ ഒരു പേഷ്യന്റ് അതെങ്ങനെയാണ് അംഗീകരിക്കുക. ചില സ്ഥലങ്ങളിൽ അവർ പറയുന്ന അനുസരിച്ച് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, അല്ലെ? ചില അവരിപ്പോ ഹോസ്പിറ്റലിൽ അറിയുള്ളൂ ഞങ്ങൾ എന്ത് നല്ല രീതിയിലുള്ള സർവീസാണ് കൊടുക്കുന്നേ എന്ന് അവര് പറഞ്ഞാൽ പോലും ചില ഇടങ്ങളിൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ, അവർ പറയുന്നത് പോലെയൊന്നും നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല. അപ്പൊ അങ്ങനെയാവുമ്പോ അപ്പൊ ഏതൊരു പേഷ്യന്റും എങ്ങനെയാണ് അവിടുത്തെ കെയർ ഓരോ വശങ്ങളിലും എങ്ങനെയാണ് ഗുണനിലവാരത്തിലുള്ള പരിചരണങ്ങളാണോ അല്ലെങ്കിൽ സർവീസുകളാണോ അവർ കരുതുന്നത് എന്നതിന്റെ ഒരു അംഗീകാരത്തിന്റെ ഒരു അളവാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മറ്റെല്ലാ ആസ്പെക്ട്സുകളിലും എല്ലാ വശങ്ങളുടെയും ഒരു മെഷറായിട്ട് അല്ലെങ്കിൽ ഒരു അളവായിട്ട് നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉപയോഗിക്കാം. അപ്പൊ ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുക്കുന്നതിലൂടെ ഓരോ വശങ്ങളിലും എത്രത്തോളം നല്ല കെയർ ആണ് കൊടുക്കുന്നത്, എത്രത്തോളം നല്ല രീതിയിലുള്ള സർവീസ് ആണ് കൊടുക്കുന്നത്, നല്ല ഗുണനിലവാരമുള്ള സർവീസുകളുടെ എത്രത്തോളം ഗുണനിലവാരം അവർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഓരോ പേഷ്യന്റിൽ നിന്നും അറിയാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് മെച്ചപ്പെടുത്തൽ നടത്താനും സാധിക്കും. ക്ലിയർ ആണോ ബ്ലഡ് പോയിന്റ്? Okay. Then fourth point പറയുന്നത് patient satisfaction is a requirement for attaining the goals of health care since it influences the patient's decision to follow prescribed treatment and seek professional health care in the future. അതായത് ഒരു patient satisfaction കൂടെ is a requirement എന്തിന്റെ ആവശ്യകതയാണ് for attaining the goal of health care. ആ ഒരു ആരോഗ്യ പരിചരണത്തിന്റെ ആ ഒരു ലക്ഷ്യം നിറവേറ്റുക അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആവശ്യകതയാണ് ശരിക്കും patient satisfaction എന്ന് പറയുന്നത്. Since it influences a patient's decision to follow prescribed treatment and seek professional health care in the future. നമുക്ക് ഈ ഒരു patient satisfaction എടുക്കുന്നതിലൂടെ എന്തിന്റെ ആവശ്യകതയാണെന്ന് പറഞ്ഞേ, ആ ഒരു സ്ഥാപനത്തിലെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ഗോള് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പറയുന്ന പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുകൾ ചെയ്തു നോക്കാറുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഇത് എന്തിനെ സ്വാധീനിക്കുന്നു എന്നാ പറയുന്നത്, പേഷ്യൻസിന്റെ തീരുമാനം. അതായത് പ്രിസ്ക്രൈബ്ഡ് നിർദ്ദേശിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് അവർ പിന്നീട് ഫോളോ ചെയ്യുന്നു, അല്ലെ? അതുപോലെ തന്നെ സീക്ക് പ്രൊഫഷണൽ ഹെൽത്ത് കെയർ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഇവർ ഈ ഒരു ഫ്യൂച്ചറിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അവർ ഈ ഒരു സ്ഥാപനത്തെ തന്നെ പിന്തുടരുമോ എന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാവും, ഇല്ലേ? അപ്പൊ ഒരു നെഗറ്റീവ് ആണ്, അതായത് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും തോന്നിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ക്വസ്റ്റ്യനെയറിൽ നമ്മൾ കൊടുക്കുന്ന ആൻസർ എങ്ങനെയായിരിക്കും? അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് അല്ലേ നമ്മൾ കൊടുക്കുള്ളൂ, അല്ലെ? പിന്നെയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുമോ അല്ലെങ്കിൽ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും? ബാഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയതെങ്കിൽ ഉണ്ടാക്കുമോ? അപ്പൊ കാരണം അതേ രീതിയിലുള്ള ഒരു പരാമർശം തന്നെ ആയിരിക്കില്ലേ ഈ ഒരു ക്വസ്റ്റ്യനെയറിലും കാണിക്കുക? ആണോ? മനസ്സിലാവുന്നില്ലേ മിസ് പറയുന്നേ? ഒരു ക്വസ്റ്റ്യനെയർ കിട്ടി, അതിൽ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഓരോ പേഷ്യന്റിനും കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ അതിനുള്ളില് ആ ഒരു ക്വസ്റ്റ്യൻസ് ഓരോന്നും വായിച്ചു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാവും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മള് പിന്നീട് ആ ഒരു സ്ഥാപനത്തിലേക്ക് തിരികെ പോവാതെ വരാം, അല്ലെങ്കിൽ നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ചിലപ്പോ ഫോളോ ചെയ്യാതെ വരാം, ഇല്ലേ? ഇനി പിന്നീട് നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വന്നാൽ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ചിലപ്പോൾ താല്പര്യം കാണിക്കില്ല. ഭാവിയിൽ നമ്മൾ ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിലായിരിക്കും ഇവിടുത്തെ ഈ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ പല വശങ്ങളിലെയും കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമോ? എന്താണ് റിപ്ലൈ ഇല്ലാത്തെ? മനസ്സിലാവുന്നില്ലേ? മനസ്സിലാക്കാൻ പറ്റില്ലേ? ഇല്ലേ? ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് അവരുടെ എക്സ്പീരിയൻസ് മോശമാണെങ്കിൽ നമുക്കത് മനസ്സിലാവും, അല്ലെ? അവര് പിന്നീട് ഇവര് ഈ ഒരു ഹോസ്പിറ്റലിൽ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ചിലപ്പോ ഫോളോ ചെയ്യാതെ വരാം, അല്ലെ? അത് എത്ര പേര് ഫോളോ ചെയ്യും, എത്ര പേര് ചിലപ്പോൾ ഫോളോ ചെയ്യാതെ വരാം. അതുപോലെ തന്നെ ഭാവിയിൽ ഇവർക്ക് എന്തെങ്കിലും ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യകതകൾ വന്നാൽ തിരിച്ച് ഈ സ്ഥാപനത്തെ തന്നെ സമീപിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടാവും, അല്ലെങ്കിൽ എത്ര പേര് പോവാൻ സാധ്യതയുണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട്.
Clear ആണല്ലോ. Then patients can evaluate the quality of care they get as they pay attention to all components of care. So ഈ ഒരു പേഷ്യൻസിന് നമുക്ക് ആ ഒരു സ്ഥാപനത്തിലെ ക്വാളിറ്റി ഓഫ് കെയർ എത്രത്തോളം ഉണ്ട് എന്ന് ശരിയായ രീതിയിൽ അവർ വിലയിരുത്തുന്നുണ്ട് ഇല്ലേ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലായിടത്തെയും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ ഇല്ലേ? ഓരോ ഏരിയയും നമ്മൾ ചെല്ലുമ്പോഴും അവരുടെ കാര്യങ്ങളും അവര് തരുന്ന പരിചരണം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? ഇല്ലേ? വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും അവിടെ നിൽക്കുന്നതും അല്ലേ? ആണോ? പറ എത്രത്തോളം നല്ല രീതിയിൽ പല അവർ കൂടുതലും പേഷ്യൻസ് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് എല്ലാ കമ്പോണന്റ് കെയറുമായി ബന്ധപ്പെട്ട പരിചരണവുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പോണൻസിലും അവർ ശ്രദ്ധ കൊടുക്കാറുണ്ട് പേഷ്യൻസ്. എന്തിലൊക്കെയാ? സയൻസ് ഓഫ് മെഡിസിൻ, നമ്മുടെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് തരുന്ന ട്രീറ്റ്മെന്റുകളിലാവാം, നമുക്ക് തരുന്ന കെയറുകളിൽ പ്രൊസീജിയേഴ്സിലാവാം, ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധ കൊടുക്കാറില്ലേ? കൊടുക്കാറില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ട്രീറ്റ്മെന്റ് തന്നോട്ടെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തോട്ടെ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടോ? ഇല്ല. ഏത് പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്, ഏത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് ഒക്കെ വ്യക്തമായിട്ട് നമ്മൾ അന്വേഷിക്കാറില്ലേ? ശ്രദ്ധിക്കാറില്ലേ? ഉണ്ടോ? ഉണ്ട്. ആർട്ട് ഓഫ് കെയർ എന്താണ്? ആ ഒരു കല എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഡോക്ടർ വരുമ്പോൾ നമുക്കൊരു കെയർ തരുമ്പോൾ അത് നല്ല രീതിയിലാണോ മോശം, അതായത് നമ്മളോട് സ്നേഹത്തിലാണോ നല്ല രീതിയിൽ പെരുമാറിയിട്ടാണോ അവർ തരുന്നത്? ഇപ്പൊ ഒരു നേഴ്സ് ആണെങ്കിലും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെ നമ്മളോട് പെരുമാറിയിട്ടാണ് നമുക്ക് ആ ഒരു കെയർ തരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട്. അമ്യൂണിറ്റീസ് ഓഫ് കെയർ, നമുക്ക് ആ ഒരു പരിചരണം തരുന്നതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ട്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പരിചരണവുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും എപ്പോഴും ഒരു പേഷ്യന്റ് ശ്രദ്ധ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനനുസരിച്ചാണ് ആ ഒരു പേഷ്യന്റിന്റെ എക്സ്പീരിയൻസും വരുന്നത്. ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് ക്ലിയർ ആണോ? മനസ്സിലാണോ? മനസ്സിലായോ? നോക്കിയേ. ഓക്കെ. ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യനെയർ ആസ്ക് ദ റെസ്പോണ്ടൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് ഇൻ കണക്ഷൻ വിത്ത് റിസപ്ഷൻ ഓർ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യനെയർ കൊടുക്കുകയാണ്. ആർക്കാണ് കൊടുക്കുക? ആസ്ക് ദ റെസ്പോണ്ടന്റ്, പേഷ്യൻസിനാണ് കൊടുക്കുക അല്ലെ? അപ്പൊ പേഷ്യൻസിനോട് ചോദിക്കുകയാണ്. ആ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ചോദ്യാവലികളാണല്ലോ. ആ ഒരു ചോദ്യാവലി കൊടുത്തിട്ട് കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഉൾപ്പെടുത്തുന്നത്. in connection with the reception or administration. അപ്പൊ എല്ലാ ഏരിയയും ഉൾപ്പെടും അതില്. അതിൽ കുറച്ച് ഏരിയ മാത്രമേ പറയുന്നുള്ളൂ. റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ആ ഓരോ അവർ തരുന്ന സർവീസുകളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങൾ സംതൃപ്തരാണോ എന്ന് ചോദിക്കാം അല്ലെ? ഹോസ്പിറ്റൽ ക്ലീൻലിനെസ്, ഹോസ്പിറ്റലിന്റെ വൃത്തിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? ചില ഹോസ്പിറ്റലിൽ നമുക്ക് വൃത്തികേടായിട്ടൊക്കെ തൊട്ടുന്നത് പല ഏരിയാസും നമുക്ക് തോന്നാറുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമാവും അല്ലെ? അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സൈനേജുകൾ, കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ അല്ലെങ്കിൽ വാർണിംഗ് സൈൻ ബോർഡുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു സ്ഥാപനത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിലെ ഫുഡ് എങ്ങനെയാണ്? അതുപോലെ അവർ തരുന്ന പരിചരണം ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാണ്? അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചോദ്യാവലി അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ ആണ് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. Patient satisfaction survey is important from the view of improvement of quality of services and to achieve the maximum satisfaction of inpatients. ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഇങ്ങനെ ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുത്ത് അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ട് കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തി നമുക്ക് ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കണ്ടെത്തലിലൂടെ നമുക്ക് ഏതൊക്കെ മേഖലയിൽ നമുക്ക് ക്വാളിറ്റി ഓഫ് സർവീസുകൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, അങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്തലുകൾ നടത്താൻ പറ്റും. അതിനനുസരിച്ച് ഓരോ ഇൻപേഷ്യൻസിന്റെയും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, അവരുടെ മുഴുവൻ സാറ്റിസ്ഫാക്ഷനും നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ എടുക്കുക എന്നുള്ളത്. ക്ലിയറാണോ? അഞ്ചാമത്തെ പോയിന്റ്. ഇപ്പൊ ഒരു 5 പോയിന്റ് മിസ് പറഞ്ഞിരുന്നു. 5 ഓക്കെയാണോ? എനിക്ക് മാത്രമേ അടുത്തയിലേക്ക് പോകുന്നുള്ളൂ. ക്ലിയറാണോ? അത് ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ.
അടുത്തെന്ന് പറയുന്നത് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. എല്ലാ പ്രധാനപ്പെട്ട എല്ലാ ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളും എങ്ങനെയാണ്? അടിസ്ഥാനപരമായി രോഗി കേന്ദ്രീകൃതമാണ് അല്ലെ? പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചല്ലേ എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും അടിസ്ഥാനപരമായി രോഗിയെ കേന്ദ്രീകരിച്ചല്ലേ പ്രവർത്തിക്കുന്നത്? ആണോ? അപ്പൊ അങ്ങനെ രോഗിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമല്ലേ നമുക്ക് അവിടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താൻ പറ്റുള്ളൂ. അതൊന്നാമത്തത് അതാണ്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. എല്ലാ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളും അടിസ്ഥാനപരമായിട്ട് ഒരു രോഗി കേന്ദ്രീകൃതമായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്. ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു നിർണായക ഘടകമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അവിടെ ആരാ വേണ്ടേ? ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസ് വേണം അല്ലെ? അല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകുമോ? ഇല്ല. ആ ഒരു ഹോസ്പിറ്റൽ മുന്നോട്ട് പോകണം, അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിലുള്ള പേഷ്യൻസ് വരണം അവിടേക്ക് അല്ലെ? അപ്പൊ ആ പേഷ്യൻസ് നല്ല രീതിയിൽ വരണമെങ്കിൽ അവിടെ വരുന്ന ഓരോ പേഷ്യന്റും സംതൃപ്തിയോട് പോയാൽ മാത്രമല്ലേ പിന്നെയും ആളുകൾ വരുള്ളൂ അല്ലെ? അങ്ങനെയല്ലേ വരുന്നത്. ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ ഒരിക്കലും അവർ പിന്നെ തിരിച്ചു വരില്ല. അപ്പൊ അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും നിർണായക ഘടകമായിട്ട് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തത് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഇസ് ദ കണ്ടെയ്ൻമെന്റ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ. അതുകൊണ്ട് തന്നെ ഏതൊരു ഹോസ്പിറ്റലിന്റെയും ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് അവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെയും സംതൃപ്തിയാണ്. കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി കേട്ടോ, സംതൃപ്തിയാണ്. നാലാമത് പറയുന്നത് നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ആൻഡ് കെയർ ഫോർ പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് but also positive outcome for the staff, the community and health organization. എന്താ അവിടെ പേഷ്യൻസിനെയും അവരുടെ ഫാമിലിക്ക് മാത്രം സാറ്റിസ്ഫാക്ഷനും സംതൃപ്തി കൊടുത്താൽ മതിയോ? അവരെ മാത്രം പരിഗണിച്ചാൽ മതിയോ? പോരാ. പകരം ആരെയും കൂടി നമ്മള് പരിഗണിക്കണം. പോസിറ്റീവ് ഔട്ട്കം, ആർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഫലങ്ങൾ കൊടുക്കണം. അവിടുത്തെ സ്റ്റാഫുകളെ നല്ല രീതിയിൽ പരിചരിക്കണം. നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? നല്ലൊരു ഫലം കൊടുക്കണം. അതുപോലെ തന്നെ ഹെൽത്ത് ഓർഗനൈസേഷൻസിന് നല്ല രീതിയിൽ അവരെയും എല്ലാവർക്കും ഒരുപാട് സംതൃപ്തിയുള്ള രീതിയിലുള്ള സർവീസുകളായിരിക്കണം കൊടുക്കേണ്ടത്. അഞ്ചാമത് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലേസ് ഓൺ വർക്കേഴ്സ് മോട്ടിവേഷൻ. എപ്പോഴും ഒരു പേഷ്യന്റിന് നല്ല സർവീസ് കൊടുക്കണമെങ്കിൽ അത് ആരിലും കിട്ടുന്നത്? ആ ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിലൂടെ അല്ലെങ്കിൽ ജീവനക്കാരിലൂടെയാണ് കിട്ടുന്നത്. അവിടെയുള്ള വർക്കേഴ്സിന്റെ മോട്ടിവേഷൻ, അവരുടെ പ്രചോദനം എത്രത്തോളം ഉണ്ട് അല്ലെ? അവരെത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ആ ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യന്റ്, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ ആ ഒരു പേഷ്യൻസിനോട് അവരുടെ ആ ഒരു ചുമതല നിർവഹിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആശ്രയിച്ചാണ് ശരിക്കും ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അല്ലെ? അപ്പൊ നല്ല രീതിയിൽ നല്ല പ്രചോദനം ലഭിച്ച, നന്നായി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ അവര് നല്ല രീതിയിലായിരിക്കില്ലേ പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യുന്നതും നല്ല രീതിയിലുള്ള പരിചരണങ്ങളായിരിക്കും കൊടുക്കുന്നത് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നൊരു പീസ് പറയാട്ടോ, സ്വാഭാവികമായിട്ടും അവിടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കും അല്ലെ? അപ്പൊ നമ്മൾ ഒന്നും കൂടി നോക്കുകയാണ് ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് പറഞ്ഞത് ഏതൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെയും അടിസ്ഥാനപരമായിട്ട് അവരെങ്ങനെയാണ്? പേഷ്യന്റ് സെൻട്രിക് ആണ്, അതായത് രോഗിയെ കേന്ദ്രീകൃതമായിരിക്കണം. രണ്ടാമത് പറയുന്നത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നിർണായക ഘടകമാണ് രോഗികളുടെ സംതൃപ്തി എന്ന് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ഏതൊരു ഹോസ്പിറ്റലിന്റെയും ആത്യന്തിക ലക്ഷ്യം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റ് തന്നെയാണ് അല്ലെ? അവരുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ
കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ സംതൃപ്തിയായിരിക്കും. ദെൻ നാലാമത് പറയുന്നത് എപ്പോഴും പേഷ്യൻസിനെയും അവരുടെ ഫാമിലിയെയും മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, മറിച്ച് അവിടെയുള്ള സ്റ്റാഫുകളെ, നമ്മുടെ കമ്മ്യൂണിറ്റിയെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനെ മുതലായവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സംതൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് എത്രത്തോളം മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്, അവർ എത്രത്തോളം നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അവരുടെ ഡ്യൂട്ടി, പേഷ്യൻസിനോടുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളതിനെ ആശ്രയിച്ചാണ് ആ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നിലനിൽക്കുന്നത്. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നിങ്ങൾ ഇമ്പോർട്ടന്റ് മിസ് പറഞ്ഞു തരാം കേട്ടോ. ഈ ചാപ്റ്റർ ഒരുവിധം ഒന്നെണ്ണം ആയിട്ട് മിസ് പറഞ്ഞു തരാം കേട്ടോ. പോയിന്റ്സ് ഒന്ന് നിങ്ങൾ എന്നിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഈ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നു അല്ലെങ്കിൽ അളക്കുന്നു. അതിന്റെ പ്രാധാന്യം എന്താണ്? The patient satisfaction is an important scale to measure overall health care quality. മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണം എത്രത്തോളം ഉണ്ട്, ആ ഒരു സ്ഥാപനത്തിലെ ഓവറോൾ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എടുക്കുന്ന ഒരു അളവാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളുടെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അറ്റൈൻഡ്. ഒരു നിരന്തരം നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തി അതിന്റെ സഹായത്തോടു കൂടി നമുക്ക് പേഷ്യൻസിന്റെ സംതൃപ്തി തുടർച്ചയായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും അല്ലെ. തുടർച്ചയായിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളിലും അവർ സംതൃപ്തി എത്രത്തോളമാണ്, ഓരോ പ്രാവശ്യം ആ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അവർ എത്രത്തോളം സംതൃപ്തിയിലാണ് വരുന്നത് അല്ലെങ്കിൽ പോകുന്നത്. അതുപോലെ തന്നെ അതിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒക്കെ മേഖലയിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്ത മേഖലകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനും നമുക്ക് ഇതിലൂടെ സഹായകമാണ്. And it is an inevitable tool to catch patient feedback without much effort. അധികം എഫേർട്ടോ കാര്യങ്ങളോ എടുക്കാതെ തന്നെ നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ എടുക്കാൻ അധികം എഫേർട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു സർവേ നടത്തുന്നതിലൂടെ നമുക്ക് അവിടുത്തെ ക്വാളിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ആ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ തുടർച്ചയായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് 5 reasons why you should measure patient satisfaction. എന്ത് കാരണങ്ങൾ കൊണ്ട് 5 റീസൺസ് 5 കാരണങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കുന്നതിനുള്ള 5 റീസൺസ് അല്ലെങ്കിൽ 5 കാരണങ്ങൾ. ഈ 5 കാരണങ്ങൾ ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ് കേട്ടോ. അതിൽ ഒന്നാമത്തത് ടു പ്രൊവൈഡ് top tier patient satisfaction എന്ന് വെച്ചാൽ എന്താ? ഒരു ഉയർന്ന തലത്തിലുള്ള രോഗി പരിചരണ സേവനം നൽകുന്നതിന് അല്ലെ. ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എടുക്കുമ്പോൾ അവിടെ ഏതൊക്കെ മേഖലയിലാണ് നല്ല ക്വാളിറ്റി ഇല്ലാത്തതെന്ന് മനസ്സിലായാൽ അതിനനുസരിച്ച് നമുക്ക് അവിടുത്തെ സർവീസുകൾ നല്ല ക്വാളിറ്റിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ലേ? പറ്റും അല്ലെ. അപ്പൊ നല്ല ഉയർന്ന ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുക്കാറുണ്ട്. രണ്ടാമത്തത് ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പ്രകടനം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ട് അല്ലെ.
മൂന്നാമത്തത് to know angry and miffed patients. അതായത് ഇപ്പൊ ആംഗ്രി പേഷ്യൻസ് ഉണ്ടാവും. ഒരു ഹോസ്പിറ്റലിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് പേഷ്യൻസ് പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ പല ഇമോഷൻസ് ആയിരിക്കും അല്ലെ. ഇപ്പൊ ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ മിഫ്ഡ് ആവുന്ന അനോയിഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു അലോസരപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ശല്യം ചെയ്യുന്ന രീതിയിലോ ക്ഷുഭിതനായിട്ടുള്ള രീതിയിലുള്ള പേഷ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്, പേഷ്യൻസിന്റെ രോഗികളുടെ അനുഭവം മികച്ചതാക്കാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അഞ്ചാമത്തത് ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്, പേഷ്യൻസ് അല്ലെങ്കിൽ രോഗികളെ നിലനിർത്തുന്നതിന്റെ മെച്ചപ്പെടുത്താൻ. ഇത് വരുന്ന പേഷ്യൻസ് അത് നിലനിൽക്കണം അല്ലെ, അവര് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് പോവാൻ പാടില്ല, പിന്നെയും ഈ സ്ഥാപനത്തിലേക്ക് തന്നെ വരണം. അപ്പൊ ആ വരുന്ന പേഷ്യൻസിന്റെ നിലനിർത്തുന്നതിന് വേണ്ടിയും ഇങ്ങനെ ഒരു 5 റീസൺസ് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത്. അപ്പൊ ആ 5 എണ്ണം നിങ്ങൾ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ വരുന്ന ബോക്സുകളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. അപ്പൊ ആ 5 എണ്ണം വായിക്കുക. ഇനി ആ 5 എണ്ണത്തിൽ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോവാണ്. അതിൽ ഒന്നാമതാണ് to provide top tier patient care service, ഒരു ഉയർന്ന തലത്തിലുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്താറുണ്ട്. എന്തിനു വേണ്ടി? ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നോക്കിയേ, മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ helps the hospital ascertain the areas of improvement and centers on to provide better patient care services. അപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഏതൊക്കെ ഏരിയകളിലാണ് ഇംപ്രൂവ്മെന്റ്സ് ഈ മെച്ചപ്പെടുത്തൽ നടത്തേണ്ടത്, ഏതൊക്കെ ഏരിയയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതിനനുസരിച്ച് മെച്ചപ്പെടുത്തലുകൾ നടത്തി അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് നടത്തി വരുന്ന പേഷ്യൻസിന് നല്ല ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ സർവീസുകൾ കൊടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അത് ക്ലിയർ ആണോ? ഹോസ്പിറ്റലിന് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുന്നതിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഏതൊക്കെ ഏരിയയിലെ മെച്ചപ്പെടുത്തൽ നടത്തണം. അങ്ങനെ മനസ്സിലാക്കിയ ഏരിയകൾ വച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾ വരുത്തി നല്ല ബെറ്റർ ആയിട്ടുള്ള കെയറുകള് അല്ലെങ്കിൽ സർവീസുകള് പേഷ്യൻസിന് നൽകാനും സാധിക്കുന്നു. Then achieving a high level of satisfaction is directly dependent on the high quality patient care services given by the team of specialized doctors and hospital staff. എപ്പോഴും ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ഒരു സംതൃപ്തി നമുക്ക് ആ ഒരു പേഷ്യന്റിന് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ അത് നേരിട്ട് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ഒരു ഹോസ്പിറ്റലിൽ നൽകുന്ന ഉയർന്ന ക്വാളിറ്റിയുള്ള രോഗി പരിചരണവുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അവിടെയുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകള് നല്ല രീതിയിലുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള രോഗി പരിചരണങ്ങളാണ് ആ വരുന്ന പേഷ്യന്റിന് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയായിരിക്കും? ഹയർ ലെവലിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ലേ ആ പേഷ്യന്റിന് ഉണ്ടാവുക? ആണ്. അത് നേരിട്ട് എന്താണ്? കണക്റ്റഡ് ആണെന്നാ പറയുന്നത്. ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ സർവീസ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ നല്ല ക്വാളിറ്റിയുള്ള പേഷ്യന്റ് കെയർ സർവീസുകളാണ് അവിടുത്തെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും അവിടുത്തെ സ്റ്റാഫുകളും ചേർന്ന് ആ വരുന്ന പേഷ്യന്റിന് നൽകുന്നതെങ്കിൽ ആ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ സംതൃപ്തി എന്ന് പറയുന്നതും അതിനനുസരിച്ച് ഉയർന്ന നിലവാരത്തിലായിരിക്കും. മനസ്സിലായോ പോയിന്റ്? ക്ലിയർ ആയോ? അടുത്തത് പറയുന്നേ, the entire staff must consider patients with warnings from the receptionist who arranges the appointment, doctor providing the right treatment, and to the nurse taking vital signs of the patient. Signs എന്നാണ് അവിടെ. The entire staff, അതായത് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ജീവനക്കാര് എങ്ങനെയായിരിക്കണം പേഷ്യൻസിനോട്? ഇപ്പൊ ഒരു റിസപ്ഷൻ ഏരിയ മുതൽ പറയാണ്, നമ്മൾ ആ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു റിസപ്ഷൻ ഏരിയയിലേക്കാണ് പോവുക അല്ലെ. അപ്പോയിന്റ്മെന്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഒരു സ്നേഹപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ ഊഷ്മളമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അതിനനുസരിച്ച് അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തരുന്നു. അതുപോലെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ കണ്ടാല് ഡോക്ടർ നമുക്ക്
ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുന്നു. അതുപോലെ അവിടുത്തെ നഴ്സസ് ആണെങ്കിൽ ആ പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആവാം, ബ്ലഡ് പ്രഷർ ആവാം, അത് ബ്രീതിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രീതിങ് റേറ്റ് ആവാം, പൾസ് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അവർക്ക് അതിനുള്ള കെയർ അല്ലെങ്കിൽ പരിചരണങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് അല്ലേ? ആ ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുന്ന സമയം മുതൽ നമ്മൾ അവിടെ പോകുന്ന സമയം വരെയും എവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള കെയറും ട്രീറ്റ്മെന്റുമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആ ഓരോ പേഷ്യന്റിന്റെയും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഉയർന്ന ലെവലിലായിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി ആ പാരഗ്രാഫ് പറയണോ മിസ്? ഓക്കെ ആണോ? ഓക്കെ. അടുത്തെന്ന് പറയുന്നേ what hospital do to enhance patient care services. അപ്പൊ പേഷ്യൻസിന് പരിചരണം കൊടുക്കുക അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ സർവീസുകള് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അതിലൊന്നാമത്തത് ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ടൈം. അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വന്നാല് അവർക്ക് നല്ല പരിചരണം, നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യമാണ് കൃത്യമായിട്ടുള്ള രീതിയിലൂടെ രോഗനിർണയം നടത്തുകയും ശരിയായ സമയത്ത്, ഒരുപാട് സമയമൊന്നും നഷ്ടപ്പെടുത്താതെ ശരിയായ സമയത്ത് അവരുടെ രോഗം നിർണ്ണയിക്കുകയും ചെയ്യാന്ന് പറയുന്നത് അല്ലെ? ഒരുപാട് സമയം എടുത്ത് അല്ലെങ്കിൽ കുറെ ടെസ്റ്റുകൾ ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് രോഗം നിർണ്ണയിക്കേണ്ടത്. അല്ല, ആ വരുന്ന പേഷ്യൻസിന് അധികം സമയം മെനക്കെടുക്കാതെ അവർക്ക് ഉടനടി കൃത്യമായിട്ടുള്ള രീതികൾ കൊടുക്കുക, കൃത്യമായ രോഗനിർണയങ്ങൾ നടത്തി അവരുടെ രോഗം എന്താണെന്ന് കണ്ടെത്തുകയാണ് ഒന്നാമത്തെ ചെയ്യേണ്ട കാര്യം. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് അസസ് ടു പേഷ്യൻസ്. ആ ഫിസിഷ്യൻസ് അടുത്ത ഡോക്ടേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഡോക്ടറിനോട് എത്രയും എളുപ്പത്തിൽ ശരിയായ രീതിയിൽ ആ ഒരു ഡോക്ടറുടെ അടുത്തേക്കുള്ള ഒരു പ്രവേശനം കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം. അപ്പൊ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ഉടനെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് നിർദ്ദേശിക്കുകയും അവരുടെ അടുത്തേക്കുള്ള പ്രവേശനം കുറച്ചുകൂടി സുഗമമാക്കുകയും ചെയ്യുക. മൂന്നാമത്തത് റെക്കമെൻഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ് എപ്പോഴും ശരിയായ ട്രീറ്റ്മെന്റുകൾ ആയിരിക്കണം ഇവർക്ക് ശുപാർശ ചെയ്യേണ്ടത്. നാലാമത് പറയുന്നത് ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. ഇതാണ് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ ആയിരിക്കണം ഇവരോട് വാഗ്ദാനം ചെയ്യേണ്ടത്. അല്ലെ? ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണോ പറയണ്ടേ? അല്ല, അങ്ങനെയാവുമ്പോ പേഷ്യന്റ് വേറെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു പോകും അല്ലെ? ഈ ഹോസ്പിറ്റലിൽ പൈസ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? എപ്പോഴും നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചികിത്സാ പദ്ധതികൾ ഇവർക്ക് വാഗ്ദാനം ചെയ്യുക. അഞ്ചാമത്തത് പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. ഇനി ഡിസ്ചാർജ് ചെയ്തതിനു ശേഷവും അവർക്ക് നല്ല ക്വാളിറ്റിയിലുള്ള പരിചരണങ്ങൾ കൊടുക്കുക. ഈ ഒരു 5 കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതാണ്. ആ ഒരു പേഷ്യൻസ് കെയർ സർവീസുകൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത് പറഞ്ഞത് കൃത്യമായ സമയത്ത് ശരിയായ രീതിയിൽ രോഗനിർണയം നടത്തി അവരുടെ രോഗങ്ങൾ കണ്ടെത്തുക. രണ്ടാമത്തത് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തേക്കുള്ള പ്രവേശനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുകയും നല്ല സുഗമമാക്കുകയും ചെയ്യുക. മൂന്നാമത് ശരിയായ ട്രീറ്റ്മെന്റുകൾ ഇവർക്ക് നിർദ്ദേശിക്കുക അല്ലെങ്കിൽ ശുപാർശ ചെയ്യുക. നാലാമത്തത് പറയുന്നത് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ ഇവർക്ക് വാഗ്ദാനം ചെയ്യുക. അഞ്ചാമത് ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷവും അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള എന്താണ് പരിചരണങ്ങൾ നൽകുക. ക്ലിയർ ആണോ? 5 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. ഇനി ആ ഒരു ഇതൊന്ന് നോക്കി, ആ ഒരു ബോക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ബോക്സുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന ബോക്സ് ഒക്കെ നിങ്ങൾ നോക്കണം കേട്ടാ. അതിൽ ഒന്നാമത്തത് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റർഡ് കെയർ. ഒരു രോഗിയെ കേന്ദ്രീകൃതമായിട്ട് ഒരു പരിചരണം മെച്ചപ്പെടുത്തണമെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ അവിടെ നടപ്പിലാക്കാം. അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. കൃത്യസമയത്ത് രോഗനിർണയം നടത്തുക അല്ലെ? അപ്പൊ അവര് പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള കെയർ ആണ് കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ പേഷ്യൻസ് എന്ത് ചെയ്യും? വരും അല്ലെ? അപ്പൊ അവിടെ കൃത്യസമയത്ത് തന്നെ രോഗനിർണയം നടത്തുക.
രണ്ടാമത്തത് ഇൻക്രീസ് അസസ് ടു ഫിസിഷ്യൻ. നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറിന്റെ അടുത്തേക്കുള്ള പ്രവേശനം കുറച്ചുകൂടി സുഗമമാക്കുകയും വേഗത്തിലാക്കുകയും ചെയ്യുക. മൂന്നാമത്തത് പ്രൊവൈഡ് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റേറ്റീവ് കെയർ. എന്താണ്? അവർക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ. എന്നാൽ ചിലവ് കുറഞ്ഞ രീതി എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഗുണനിലവാരമുള്ള പരിചരണം തന്നെയായിരിക്കണം, പക്ഷേ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള പദ്ധതികളായിരിക്കണം അവർക്ക് നൽകേണ്ടത്. നാലാമത്തത് ഗീവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവും സപ്പോർട്ടും പിന്തുണയും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുക. അഞ്ചാമത്തത് റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്. അതായത് അനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പുകളോ സന്ദർശനങ്ങളോ ഒക്കെ അവർ കുറയ്ക്കുക. അത്യാവശ്യത്തിന് മാത്രം അവരെ ഫോളോ അപ്പുകൾക്കോ വിസിറ്റുകൾക്കോ വിളിച്ചു വരുത്തുക. ഇത്രയും സ്ട്രാറ്റജി, ഇത്രയും പറയുന്നത് നമ്മുടെ തന്ത്രങ്ങളാണ്. ഈ പറയുന്ന തന്ത്രങ്ങൾ ക്ലിയർ അല്ലേ? ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടോ. ഇപ്പൊ ക്ലിയർ അല്ലേ? ഇതിൽ കാണാൻ പറ്റുന്നില്ലേ? ഇതിൽ കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീനിൽ ഇട്ടിരിക്കുന്ന നോട്ട്സ് കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് എഴുതി വെച്ചോട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്താ നമ്മൾ പറഞ്ഞത്? പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചുള്ള പരിചരണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, ആ പേഷ്യൻസിനെ ആ സ്ഥാപനത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയും നമ്മൾ പാലിക്കേണ്ട കുറച്ച് തന്ത്രങ്ങളാണ്. ഇതൊക്കെ നടപ്പിലാക്കുമ്പോഴാണ് കൂടുതലും പേഷ്യൻസ് എന്ത് ചെയ്യുന്നത്? ആ സ്ഥാപനത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഈ സ്ഥാപനത്തിൽ തന്നെ അവരെ തുടർന്നുള്ള പരിചരണങ്ങൾക്കും വന്ന് ആശ്രയിക്കുന്നത്. ക്ലിയർ ആണോ? ആ ഒരു 5 പോയിന്റ് പറഞ്ഞത് ഓക്കെ ആണോ? ഓ, ഇനി നമ്മള് രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അവർ എത്ര നന്നായിട്ടാണ് പ്രകടനം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യാറുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് നെസസറി ടു കീപ് എ പൾസ് ഓൺ ഹോസ്പിറ്റൽ സ്റ്റാഫ്സ് പെർഫോമൻസ് അറ്റ് റെഗുലർ ഇന്റർവൽസ്. എപ്പോഴും നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാഫ് പതിവായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ജീവനക്കാരുടെ പ്രകടനം എത്രത്തോളം ഉണ്ട്, അവർ ശരിയായ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പരിശോധിക്കണം. വേണ്ടേ? ചിലപ്പോൾ നമ്മളോട് സ്റ്റാഫുകൾ വളരെ മോശമായിട്ട് പെരുമാറാറുണ്ട് അല്ലെ? നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ചില ഹോസ്പിറ്റലിൽ ചില ഏരിയാസിലേക്ക് ചെല്ലുമ്പോൾ അവർ മോശമായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്ത് നമ്മൾ വന്നിരുന്നാലും ഒരു മര്യാദ പോലും ഇല്ലാതെ നമ്മളോട് പെരുമാറാറുണ്ട് അല്ലെ? അങ്ങനെ പതിവായിട്ട് എല്ലാ ഏരിയാസിലെയും ഹോസ്പിറ്റൽ സ്റ്റാഫുകള് നന്നായിട്ട് അവര് പെർഫോം ചെയ്യുന്നുണ്ടോ, അവര് നല്ല രീതിയിലാണ് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു റെഗുലർ ആയിട്ടുള്ള ഇന്റർവെലുകളിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പരിശോധിക്കണം. ഹാപ്പി സ്റ്റാഫ് വിൽ ഗിവ് ബെറ്റർ പേഷ്യന്റ് കെയർ. ഇപ്പൊ നമ്മൾ ഹാപ്പി ആണെങ്കിലാണോ നമുക്ക് മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ എവിടെയും ഏതൊരു സ്റ്റാഫും എപ്പോഴും ഹാപ്പി ആണോ എന്ന് നോക്കാം. അപ്പൊ അവർ ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫുകളാണ്, അവർ നല്ല ഹാപ്പി ആയിട്ട് നിലനിർത്തുമ്പോൾ അവർ അതിനനുസരിച്ച് ബെറ്റർ പേഷ്യന്റ് കെയറുകൾ വരുന്ന പേഷ്യൻസിന് കൊടുക്കാൻ അവർക്ക് സാധിക്കും. Then if patients are not satisfied with their visit, ഇപ്പൊ ചിലപ്പോ ഒരു പേഷ്യന്റ് അവരുടെ വിസിറ്റ്, അവർ സന്ദർശനത്തിനായി വന്നപ്പോ ചിലപ്പോൾ അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് അല്ല, ഒരു പൂർണ്ണ സംതൃപ്തരല്ല എങ്കിൽ there is a possibility that patients will choose for services from another provider. ഇല്ലേ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചേർന്നു, അവിടെ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ആ ഒരു സ്ഥാപനത്തെ ചിലപ്പോൾ ചൂസ് ചെയ്യാൻ സാധ്യതയില്ല, മറ്റൊരു സ്ഥാപനത്തിനെ ആയിരിക്കും ചൂസ് ചെയ്യുക അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മളൊന്ന് ആലോചിക്കും അല്ലെ, ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണോ, വേറൊരു സ്ഥാപനം അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? Therefore it is necessary to listen to the patient. എപ്പോഴും വരുന്ന പേഷ്യൻസിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അപ്പൊ അവരെ കേൾക്കാൻ തയ്യാറ്. അപ്പൊ പല പേഷ്യൻസ് വരുമ്പോൾ അവരുടെ കണ്ടീഷന് കാര്യങ്ങളൊക്കെ അവർ പറയുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുകയും അവരെ കേൾക്കുകയും which will make them feel strengthened. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അല്ലെ, നമുക്ക് പരിഹാരം ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു ഡോക്ടർ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ അത് നമുക്കൊരു സംതൃപ്തി തരുന്ന കാര്യമല്ലേ അല്ലെ? ചില ഡോക്ടേഴ്സ് പറയും നമ്മൾ പറയുന്ന ഒന്നും കേൾക്കില്ല അവര് അല്ലെ, അവരിങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറയും, ഇങ്ങനെയാണ് നിങ്ങളുടെ കണ്ടീഷൻ എന്ന രീതിയിൽ നമുക്ക് അവരോട് പറഞ്ഞു തരാം. പക്ഷെ നമ്മുടെ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അത് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അത് കേട്ടിട്ടൊരു തീരുമാനം എടുക്കുമ്പോഴോ അതല്ലേ കുറച്ചുകൂടി നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അല്ലെ?
ഇങ്ങനെ മറ്റുള്ള പ്രൊവൈഡേഴ്സിനെ തേടി പോവാതിരിക്കാൻ വേണ്ടി വരുന്ന പേഷ്യൻസിനെ അവിടെയുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ എല്ലാവരും നന്നായിട്ട് അവർക്ക് നല്ല പരിചരണം കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഹോസ്പിറ്റൽ സ്റ്റാഫുകളിലൂടെ നമുക്ക് ആ ഒരു പേഷ്യന്റിനെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ്? മനസ്സിലായോ? ഓക്കെ. ഇനി ഇവിടെയും നമ്മുടെ സ്റ്റാഫിന്റെ പെർഫോമൻസ് കൂട്ടാൻ, അവിടുത്തെ ജീവനക്കാരുടെ പ്രകടനം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അതിലൊന്നാമത്തതാണ് ജനറേറ്റീവ് വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. അവിടെയുള്ള ജീവനക്കാർക്ക് വളരെ സൗഹൃദപരമായിട്ടുള്ള ജോലി ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം നൽകുക, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ നൽകുമ്പോഴല്ലേ ആ സ്റ്റാഫുകൾ കുറച്ചും കൂടി ഹാപ്പി ആവുന്നത്, അല്ലെ? അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് നല്ല സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഹോസ്പിറ്റൽ ഒരുക്കി നൽകുക. രണ്ടാമത്തത് എൻഷുവർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദിയർ റെസ്പോൺസിബിലിറ്റീസ്. അവിടെയുള്ള ഓരോ സ്റ്റാഫുകൾക്കും അവർക്ക് കുറച്ച് ചുമതലകളുണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട് അവർ ചെയ്യുന്നത്, അല്ലെ? ആ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണയുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത്തത് കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മാത്രം നമ്മൾ നോക്കാത്തത്, കൂടാതെ അവിടുത്തെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട്, അവർ എത്രത്തോളം സംതൃപ്തരാണ് എന്നുമായി ബന്ധപ്പെട്ട സർവേകൾ കൂടി നടത്തുക. നാലാമത്തത് മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. ഇനി നന്നായിട്ട് പെർഫോം ചെയ്യാത്ത അല്ലെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രചോദനങ്ങൾ നൽകുക, മോട്ടിവേറ്റ് ചെയ്യുക, അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് നല്ല പെർഫോമൻസ് ചെയ്യാനായിട്ട് അവരെ പ്രചോദിപ്പിക്കുക. അഞ്ചാമത്തത് റിവാർഡ്സ് ബെസ്റ്റ് പെർഫോമൻസ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകൾക്ക് റിവാർഡുകൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടുത്തെ ജീവനക്കാരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു നല്ല സൗഹൃദപരമായിട്ടുള്ള ഒരു ജോലി ചെയ്യാനുള്ള ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക. അവിടുത്തെ സ്റ്റാഫുകൾക്ക് അവരുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് ഒരു ധാരണയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത് അവിടെ ഹോസ്പിറ്റലിന്റെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുക. നാലാമത് നന്നായിട്ട് പെർഫോം ചെയ്യാത്ത ആളുകൾക്ക് മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങൾ നൽകുക. അഞ്ചാമത്തത് നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് റിവാർഡുകൾ നൽകുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തത് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 5 പോയിന്റ്സ് ഇല്ലേ, അത് തന്നെയാണോ പറയുന്നത് ഇംപ്ലിമെന്റിങ് പെർഫോമൻസ് സ്ട്രാറ്റജീസ്. പല തന്ത്രങ്ങളിലൂടെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക, അല്ലെ? നന്നായിട്ട് സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഉത്പാദനക്ഷമത അവർ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുള്ളൂ, അല്ലെ? അവിടെ നമ്മുടെ സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെങ്കിൽ നമുക്ക് കുറച്ച് തന്ത്രങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ അവിടെ ആ ഒരു ജീവനക്കാരെ കുറച്ച് നമ്മൾ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതാണ് ഈ ഒരു ബോക്സ്. ഈ ബോക്സിന് എനിക്ക് ക്ലിയർ ആണോ? നിങ്ങളുടെ നോട്ട്സിൽ ക്ലിയർ അല്ലെങ്കിൽ മിസ് ഒന്ന് ലാർജ് ചെയ്തിട്ടുണ്ട്. കിട്ടാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് വേഗം നോക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ആണ് ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നത് കുറച്ചുകൂടി സൗഹൃദപരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ അവർ കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും. അതാണ് ഒന്നാമത്തെ തന്ത്രം. രണ്ടാമത്തത് ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാരോടും അവരുടെ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? നല്ല ബഹുമാനത്തോടു കൂടി അവരെ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക, അല്ലെ? അല്ലാതെ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ അവരെ അടിമകളാക്കി ഒന്നുമല്ല ചെയ്യേണ്ടത്. നല്ല റെസ്പെക്റ്റോട് കൂടി അവരോട് പെരുമാറുക. മൂന്നാമത്തത് പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. അവർ ചെയ്യുന്ന ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ അവർക്ക് കൊടുക്കുക. അപ്പൊ എപ്പോഴും ഇപ്പൊ ചിലപ്പോൾ ചില ജോലികൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ ശരിയായെന്ന് വരില്ല. അപ്പൊ അതിനനുസരിച്ച് ഫീഡ്ബാക്കുകൾ കൊടുക്കുമ്പോൾ അവർക്ക് അത് മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക, അല്ലെ? അങ്ങനെ പ്രൊവൈഡ് ഫീഡ്ബാക്കുകൾ വളരെ റെഗുലർ ആയിട്ട് പതിവായിട്ട് അവർക്ക് ഫീഡ്ബാക്കുകൾ കൊടുക്കുക. നാലാമത്തത് ബി എംപതിക്
ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ്. അവരോടൊരു സഹാനുഭൂതിയോടെ പെരുമാറുക, അല്ലാതെ ദേഷ്യപ്പെട്ടൊന്നുമല്ല, വളരെ സഹാനുഭൂതിയോടെ സ്നേഹത്തോട് പെരുമാറി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവർ ചിലപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യും അല്ലെ. അവർക്ക് അതിനനുസരിച്ചുള്ള പ്രചോദനങ്ങള് കാര്യങ്ങള് ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർ കൊടുക്കുക. അഞ്ചാമത്തത് അക്നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. അവർ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളെയും അംഗീകരിക്കുകയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് റിവാർഡുകളും കൊടുക്കുക. ഈ ഒരു 5 സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ 5 തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ ഓൾറെഡി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പഠിച്ചു കാണുമല്ലോ അല്ലെ. മോട്ടിവേഷന്റെ ഭാഗത്ത് പഠിച്ചിട്ടില്ലേ? ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഒരു സ്ഥാപനങ്ങളിലും എങ്ങനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ പെർഫോമൻസ് മികച്ചതാക്കാം. ക്ലിയർ ആണോ? ഇവിടെ വരെയും ഓക്കെ ആണോ? നോട്ട്സ് ഇതിൽ ക്ലിയർ അല്ലാത്തതെങ്കിലും എഴുതി വെച്ചോ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് to know miffed and angry patients. അതായത് ഇപ്പോ ഭയങ്കര ദേഷ്യപ്പെടുന്ന പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോ ഒരു പേഷ്യന്റിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല വ്യത്യസ്ത രീതിയിലായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് നല്ല സർവീസ് കിട്ടില്ലെങ്കിൽ അവർ ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ഒരുപാട് സമയം നമുക്ക് ദേഷ്യം വരാറില്ലേ. ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടിരുത്തിയാല് വരാറില്ലേ, നമുക്ക് ദേഷ്യം വരും. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പേഷ്യൻസിന് ദേഷ്യം വരാം, അല്ലെങ്കിൽ അവർ അലോസരപ്പെടാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവര് എന്താണ് ക്ഷുഭിതരാവാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇനി എങ്ങനെ നമുക്ക് അവരെ കൈകാര്യം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാന് അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്താറുണ്ട്. അപ്പൊ അതില് പ്രധാനമായിട്ടും പറയുന്നത് എല്ലാ ഹോസ്പിറ്റലും എവറി ഹോസ്പിറ്റൽ മീറ്റ് എ സിറ്റുവേഷൻ. എല്ലാ ഹോസ്പിറ്റലും ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകാറുണ്ട് അല്ലെ. വേർ ദേ ഷുഡ് ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. അവർ എപ്പോഴും ഇങ്ങനെയുള്ള ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ആംഗ്രി ആയിട്ടുള്ള പേഷ്യൻസ് വരുന്ന സിറ്റുവേഷൻസ് എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവും, സ്വാഭാവികമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഈ പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ നേരിടണമെന്ന് ആ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആണല്ലോ, കാരണം പല റീസൺസ് കൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഓരോ കാരണങ്ങൾ എന്താണ്, അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരുടെ ഇഷ്യൂ എന്താണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഉടനെ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി നൽകുകയാണ് എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്. അല്ലാതെ അവര് പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ തിരിച്ചവരുടെ ആർഗ്യുമെന്റ് ചെയ്യാനോ വേണ്ടേ? അതാണ് ഒരു ശരിയായ രീതി അല്ല അല്ലെ. അപ്പൊ നല്ല പേഷ്യൻസിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം, അതിനനുസരിച്ച് അവരുടെ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കി അത് ഉടനെ പ്രോബ്ലം പരിഹരിച്ചു നൽകാനുള്ള വഴികള് കാണുക എന്നുള്ളതാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ഒരു പേഷ്യന്റിനെ, ഒരു ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ക്ഷുഭിതരായിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ നേരെ ഓപ്പോസിറ്റ് നമ്മൾ അവരോട് ആർഗ്യുമെന്റ് ചെയ്താൽ ആ ഒരു പ്രശ്നം കുറച്ചുകൂടി വഷളാവാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇത് ഒന്ന് വായിച്ചിട്ട് വരാം. ഇത്രയും ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ മിസ് ഈ ഒരു ഭാഗം കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു.